കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുരിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടും, നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മക്കളുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വലിയ നോമ്പിൻ്റെ ഈ അവസരത്തിൽ പാടുപീഡകൾ സഹിച്ച് നമ്മെ രക്ഷിച്ച ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ പരിത്യാഗ ജീവിതത്തിലൂടെയും ഉപവാസ ജീവിതത്തിലൂടെയും പ്രാർത്ഥനാ ജീവിതത്തിലൂടെയും കടന്നുപോയി നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുവാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുക. സ്വർഗം സഭയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ഈ കാലഘട്ടം, വലിയ നോമ്പിൻ്റെ കാലഘട്ടം, വലിയ കൃപാവരങ്ങൾ നമ്മളിൽ നിറയപ്പെടുന്ന കാലഘട്ടമാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആരാണ് നമുക്കിത് പറഞ്ഞു തന്നത്? നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം തന്നെ. അമ്മ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, സഭയിലൂടെ സ്വർഗം ക്രമീകരിച്ചിരിക്കുന്ന വിവിധ കാലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന്. ക്രിസ്മസിന് മുൻപുള്ള ഒരുക്കമുള്ള 25 നോമ്പിൻ്റെ കാലമുണ്ട്. അതിനുശേഷം നമുക്ക് വലിയ നോമ്പിൻ്റെ കാലമുണ്ട്. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം പന്തക്കുസ്തായ്ക്കൊരുക്കമുള്ള കാലമുണ്ട്. പന്തക്കുസ്താ തിരുനാൾ വളരെ പ്രധാനപ്പെട്ട തിരുനാളാണല്ലോ. ഇപ്രകാരം സഭയിൽ വിവിധ കാലഘട്ടങ്ങൾ സഭയിലൂടെ സ്വർഗം ക്രമീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ പറയുകയാണ്, ഈ കാലഘട്ടങ്ങൾക്കെല്ലാം അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് നൽകിയിരിക്കുന്ന ഓരോ കാലഘട്ടങ്ങളും സ്വർഗം മാനിക്കും. ഈ കാലഘട്ടങ്ങളെ അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ എടുത്ത് ആ കാലഘട്ടങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നാം ഏറ്റെടുത്ത് നമ്മുടെ ജീവിതങ്ങളെ സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ ആ കാലങ്ങളിൽ ക്രമീകരിക്കുമ്പോൾ എന്താണോ ആ കാലങ്ങളിൽ ഈ ലോകത്തിലേക്ക് സ്വർഗം അയക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ അത് നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. ഈ നോമ്പിൻ്റെ വലിയ നോമ്പിൻ്റെ ഈ കാലഘട്ടം വലിയ ദൈവീക കൃപകൾ ഈ ലോകത്തിലേക്ക് വർഷിക്കപ്പെടുന്ന സമയമാണ്. പരിശുദ്ധ കന്യകാമറിയം മെജ്ജുഗരിയിലൂടെ നമുക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശമാണിത്. ഇത് കൃപയുടെ കാലമാണ് എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗം ഈ കൃപ ഈ ലോകത്തിലേക്ക് വർഷിക്കുമ്പോൾ, ഔദാര്യപൂർവ്വം വർഷിക്കുമ്പോൾ, ഈ കൃപകൾ ഏറ്റെടുക്കുവാൻ നമ്മൾ യോഗ്യതയുള്ളവരായി കാണേണ്ടിയിരിക്കുന്നുവെന്നുള്ള സന്ദേശമാണ് പരിശുദ്ധ അമ്മ മെജ്ജുഗരിയിലൂടെ നമുക്ക് നൽകുക. കഴിഞ്ഞ 42 വർഷമായി മെജ്ജുഗരിയിൽ പ്രത്യക്ഷപ്പെട്ട് അമ്മ വലിയ വലിയ സന്ദേശങ്ങൾ നമുക്ക് നൽകിക്കഴിഞ്ഞു. അതിൽ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് ഈ നോമ്പുകാലത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് നോമ്പുകാലങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അമ്മ പറയുകയാണ്, ഇത് കൃപയുടെ കാലഘട്ടമാണെങ്കിലും നിങ്ങൾ അനേകർ ഈ കൃപ സ്വീകരിക്കാതെ ഇത് നഷ്ടപ്പെടുത്തി കളയുന്നു. കാരണം
ഇത് സ്വീകരിക്കണമെങ്കിൽ ചെറിയ ചെറിയ ത്യാഗപ്രവൃത്തികൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അനേകർക്കത് ചെയ്യുവാൻ സാധിക്കുന്നില്ല. അനേകർക്ക് പ്രാർത്ഥിക്കുവാൻ താല്പര്യമില്ല. അനേകർ ഉപവാസത്തെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഉപവസിക്കുന്ന വ്യക്തികളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അനേകർ പരിത്യാഗ പ്രവൃത്തികൾ ഗൗരവമായി എടുക്കാറില്ല. ആരെങ്കിലും പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ പരിഹസിക്കുകയും അവരെ അതിൽ പിന്തിരിപ്പിക്കുകയും ചെയ്യാൻ അനേകർ പരിശ്രമിക്കുന്നു. സ്നേഹിക്കുവാനായി ഈ കാലഘട്ടത്തിൽ ദൈവം ആവശ്യപ്പെടുമ്പോൾ ക്ഷമിക്കുവാനും പൊറുക്കുവാനും രമ്യതപ്പെടുവാനും അനുരഞ്ജനപ്പെടുവാനും ഈ നോമ്പുകാലത്ത് സ്വർഗം ആവശ്യപ്പെടുമ്പോൾ അനേകർ സെൽഫ് ലവിൽ, അതായത് സ്വന്തം കാര്യങ്ങളെ മാത്രം സ്നേഹിച്ചുകൊണ്ട്, തന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ട്, തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ പരിശ്രമിക്കുന്നു. മറ്റുള്ളവരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇകഴ്ത്തി കാണിച്ചോ, തരം താഴ്ത്തിയോ, സൽപ്പേര് നശിപ്പിച്ചോ സ്വന്തം ഉയരുവാനും സ്വന്തം വളരുവാനും സ്വന്തം എവിടെയെങ്കിലുമൊക്കെ അംഗീകരിക്കപ്പെടുവാനുമൊക്കെ പരിശ്രമിക്കുന്ന അനേകരുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ പറയുകയാണ്, ഇവരെല്ലാം ഈ നോമ്പുകാലത്ത് സ്വർഗം ചൊരിയുന്ന കൃപകൾ നഷ്ടപ്പെടുത്തി ജീവിക്കുകയാണ് എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ നോമ്പുകാലത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന ഇപ്രകാരമാ, ഈ കാലഘട്ടം സ്വർഗത്തിൽ നിന്ന് ഒരുപാട് കൃപാവരങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ട കാലഘട്ടമാണെങ്കിൽ ദൈവം അയക്കുന്ന കൃപകളെ ഇന്ന് എനിക്ക് ആത്മാവിൽ സ്വീകരിക്കുവാൻ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? സ്വർഗമയക്കുന്ന കൃപകളെ എൻ്റെ ആത്മാവിൽ സ്വീകരിക്കുവാൻ എനിക്ക് ഈ നോമ്പുകാലത്ത് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് പരിശുദ്ധ അമ്മ നമ്മോട് പ്രകാരം പറയുന്ന, മക്കളെ, ഉത്ഥാന തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ വർദ്ധിപ്പിക്കണമെന്ന്. ഉത്ഥാന തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അത് നിസ്സാര കാര്യമല്ല. കർത്താവ് ഈ ലോകത്ത് വന്ന് ജനിച്ച് ജീവിച്ച് മരിച്ച് നമ്മളെ രക്ഷിച്ച ഉത്ഥാന തിരുനാൾ, ഉത്ഥിതനായ കർത്താവ്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് മരിച്ചുത്ഥിതനായവൻ, കർത്താവ് ഉത്ഥാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാകുമായിരുന്നുവെന്ന് പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ ഉത്ഥാനമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഈ ഉത്ഥിതനായ കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ എന്നും നാം വസിക്കും, നാം വാഴും, അവനോടൊത്തുള്ള ഒരു ജീവിതം നമുക്കുണ്ട് എന്നുള്ള ഉറപ്പാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നാം കാണുക. ഇതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് പരിശുദ്ധ പറയുകയാണ്, ഉയർപ്പ് തിരുനാൾ ദിവസം സ്വർഗം തുറന്ന് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദിവസമാണ് ഉയർപ്പ് തിരുനാൾ ദിവസം. അതുകൊണ്ട് ഇത് വെറുതെ ഒരു നിസാര കാര്യമായി നിങ്ങൾ പരിഗണിക്കരുത്. അതുകൊണ്ടാണ് ഈ ഉയർപ്പ് തിരുനാളിന് വേണ്ടി 50 ദിവസത്തെ ഒരുക്കം സഭ നൽകിയിരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ഒരുങ്ങണം. ഉയർപ്പ് തിരുനാളിൻ്റെ അന്ന് പള്ളിയിൽ പോയി വിശുദ്ധ ബലി അർപ്പിച്ച് നല്ല സ്വാദുള്ള ഭക്ഷണം കഴിക്കുന്ന അല്ല തിരുനാൾ ആഘോഷം. ഉയർപ്പ് തിരുനാൾ ആഘോഷത്തിന് വേണ്ടി നമ്മൾ 50 ദിവസം ഒരുങ്ങണം. നമ്മൾ ചിലതൊക്കെ വേണ്ടെന്ന് വയ്ക്കണം, ചിലതൊക്കെ മാറ്റി വയ്ക്കണം, ചില സഹനങ്ങൾ ഏറ്റെടുക്കണം. ഈ ഒരുക്കം ഉയർപ്പ് തിരുനാളിൻ്റെ കൃപകൾ നമ്മുടെ ആത്മാവിൽ സ്വീകരിക്കാൻ അത്യാവശ്യമാണ്. ഒരുങ്ങിയ സ്ഥലത്തെ വിത്ത് വളരുകയുള്ളൂ. പ്രിയമുള്ള സഹോദരൻ, നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ നെല്ല് വിതയ്ക്കുന്ന കർഷകൻ അത് എത്ര നാള് ആ സ്ഥലം പൂട്ടി ഒരുക്കിയിട്ടാണ് നെല്ല് വിതയ്ക്കുക. ഈ ഒരുക്കമാണ് ആവശ്യം. ഇന്ന് നമുക്കൊക്കെ പറ്റുന്ന പല ഇതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഒരു ഒരുക്കം ഇല്ല, മറിച്ച് ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നു, ഒരുക്കമില്ലാതെ ആഘോഷിക്കുന്നു. തീർച്ചയായിട്ടും അന്ന് അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ നമുക്ക് തീർച്ചയായിട്ടും ബലിയുടെ കൃപ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ
അന്ന് 50 ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങി പരിത്യാഗം ചെയ്ത് കർത്താവിനോട് കൂടെ വസിച്ച ഒരു വ്യക്തിയാണ് അന്ന് ഉയിർപ്പ് തിരുനാളിൻ്റെ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ഉയിർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവിൽ നിറയുന്ന കൃപാവരങ്ങളും ഒരൊരുക്കവുമില്ലാതെ അന്ന് ബലിയർപ്പിക്കുന്ന വ്യക്തിയിൽ നിറയുന്ന കൃപാവരങ്ങളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടാകും. അതുകൊണ്ടാണ് പരിശുദ്ധ പറയുന്നത്, നിങ്ങൾ ഒരുങ്ങി വേണം ഉയിർപ്പ് തിരുനാളിലേക്ക് പ്രവേശിക്കുവാൻ. അതുകൊണ്ട് നമ്മൾ പറയുകയാണ്, ഉയിർപ്പ് തിരുനാളിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ സ്വീകരിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന്. എങ്കിൽ മാത്രമേ സ്വർഗം ചൊരിയുന്ന കൃപാവരങ്ങൾ നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തതായി പരിശുദ്ധ അമ്മ നമ്മൾ പറയുകയാണ്, സഹോദരങ്ങളെ, ഈ നോമ്പ് കാലത്ത് നമ്മൾ തിരുവചനം വായിക്കണമെന്ന്. നമ്മൾ ബൈബിള് വായിക്കണം. പരിശുദ്ധ എന്നിട്ട് പറയുന്നു, സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈശോയുടെ സഹന ജീവിതത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ നിങ്ങൾ കൂടുതൽ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു. നമ്മളെല്ലാ സുവിശേഷകന്മാരും ഈശോയുടെ പാടുപീടുകളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. നമ്മൾ ആ ഭാഗം എടുത്ത് വായിക്കണം. അന്ത്യത്താഴത്തിന് ശേഷം കർത്താവ് വിശുദ്ധ സ്ഥാപിച്ചതും അതിനുശേഷം കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതും അവിടുത്തെ സംഭവങ്ങളും പിന്നീട് പടയാളികൾ വരുന്നതും പിടിക്കുന്നതും കർത്താവിനെ വിധിയും വിചാരണയും തുടങ്ങി ഈശോയുടെ പീഡാസഹനങ്ങൾ, കുരിശുമരണവും പിന്നെ ഉത്ഥാനം വരെയുള്ള ഭാഗം നമ്മൾ ഈ കാലഘട്ടത്തിൽ ആവർത്തിച്ച് നമ്മൾ വായിക്കണം. വിശുദ്ധ ഗ്രന്ഥം ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് വിശുദ്ധ ഗ്രന്ഥ അല്പം കൂടി ഈ കാലഘട്ടത്തിൽ വായിക്കുവാനും ധ്യാനിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തണം. നമ്മളൊക്കെ തിരക്കുള്ളവരാണ് തീർച്ചയായും. എന്നാൽ ഉയിർപ്പ് തിരുനാളിൻ്റെ കൃപകൾ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ, സ്വർഗം ചൊരിയുന്ന അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ ഒരുക്കം ആവശ്യമാണ്. തിരുവചനം, പ്രത്യേകിച്ച് ഈശോയുടെ പീഡാനുഭവ ഭാഗങ്ങൾ വായിച്ച് നമ്മുടെ ആത്മാവിനെ ഈ കൃപകൾ സ്വീകരിക്കാൻ നമുക്ക് ഒരുക്കാനായിട്ട് സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ മെജ്ജുവരിയിലൂടെ നമുക്ക് സന്ദേശം നൽകുന്നു. അടുത്തതായി പരിശുദ്ധ അമ്മ നമ്മൾ പറയുകയാണ്, നിങ്ങൾ ക്ഷോഭവികാരങ്ങൾ ഉപേക്ഷിക്കണം. ക്ഷോഭവികാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ളവരാകാം. ഈ നോമ്പുകാലത്തെങ്കിലും ശാന്തതയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കാൻ അമ്മ ആവശ്യപ്പെടുകയാണ്. ക്ഷോഭവികാരങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും നന്മ മാത്രം ചെയ്ത കർത്താവിനെ യൂദാസ് ഒറ്റിക്കൊടുത്തു. എത്രമാത്രം കർത്താവ് വേദനിച്ചിട്ടുണ്ട്. പത്രോസ് തള്ളി പറഞ്ഞത് കർത്താവ് കണ്ടില്ലേ? കർത്താവ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ട്. പിന്നെ കർത്താവിൻ്റെ വിധിയും വിചാരണയുടെയൊക്കെ സമയത്ത് ഓരോരുത്തരും തെറ്റായ കാര്യങ്ങൾ കർത്താവിനെതിരെ ആരോപിച്ചപ്പോൾ, ദുരാരോപണങ്ങൾ ഉയർത്തിയപ്പോൾ അവൻ മൗനമായി നിന്നത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ലേ? അവൻ ശാന്തനായി നിന്നു. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ ശാന്തനായി നിന്നു. ഈ കർത്താവിനെ അനുകരിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മുടെ ആവശ്യപ്പെടുക, നിങ്ങളുടെ ക്ഷോഭവികാരങ്ങൾ ഉപേക്ഷിക്കുക. പരിശുദ്ധ അമ്മ മെജ്ജുവരിലൂടെ ആവശ്യപ്പെടുന്നു. ശാന്തതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ പഠിക്കുക. സങ്കീർത്തനം 46:10 പറയുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. നമ്മുടെ ദൈവം ശാന്തനായതുപോലെ നിന്റെ മുൻകോപവും ദേഷ്യവും അരിശവും കോപവും എല്ലാം ക്ഷോഭവികാരങ്ങൾ ഈശോയുടെ കുരിശിൽ സമർപ്പിക്കുക. അങ്ങനെ ക്ഷോഭവികാരങ്ങളിൽ നിന്ന് സ്വതന്ത്രയാകേണ്ട ഒരു കാലഘട്ടമാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു. ഇതിന് പരിശുദ്ധ അമ്മ വീണ്ടും നമ്മോട് പറയുകയാണ്, നിങ്ങൾ അനുചിത പ്രവൃത്തികളെല്ലാം ഉപേക്ഷിക്കുക. അതിൻ്റെ കൂടെ അമ്മ കൂട്ടിച്ചേർത്തു,
ഞാൻ നേരത്തെ ഒന്ന് രണ്ട് എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതുപോലെ വീണ്ടും വീണ്ടും അമ്മ പറയുക, നിങ്ങൾ ടെലിവിഷൻ പ്രോഗ്രാമുകൾ വേണ്ടെന്ന് വയ്ക്കണമെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ടെലിവിഷൻ പ്രോഗ്രാം അമ്മ വേണ്ടെന്ന് വെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അമ്മ പറയുന്നത് ഇപ്രകാരമാണ്. അമ്മ അതിന് വ്യക്തമായ അതിൻ്റെ വിവരണം നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അമ്മ പറയുന്നത്? അമ്മ പറയുന്നു, ചില ടെലിവിഷൻ പ്രോഗ്രാമുകൾ ഈ വിശുദ്ധ കാലഘട്ടത്തെ അശുദ്ധമാക്കും. ടെലിവിഷൻ നിങ്ങൾ കാണുന്ന ചില വേഷവിധാനങ്ങളാകാം നിന്നെ വിശുദ്ധ ജീവിതം ആരംഭിച്ചിരിക്കുന്നത് നിന്നെ പെട്ടെന്നൊരു പാപത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. ചില വ്യക്തികളുടെ സാന്നിധ്യമാകാൻ ടെലിവിഷൻ നീ കാണുന്ന ചില പ്രോഗ്രാമുകൾ, കേൾക്കുന്ന ചില കാര്യങ്ങൾ നീ ആരംഭിച്ചിരിക്കുന്ന നിന്റെ നോമ്പിൻ്റെ, നിന്റെ വിശുദ്ധിയുടെ ഈ ജീവിതത്തെ പാപ പങ്കിലമാക്കാൻ ഒരുപക്ഷെ അത് ഉപകരിക്കും. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, നിങ്ങൾ ചില ടെലിവിഷൻ പ്രോഗ്രാമുകൾ ഉപേക്ഷിക്കുന്നത് നല്ലതാണ് എന്ന്. നിന്റെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമാകാത്ത പല കാര്യങ്ങളും ടെലിവിഷൻ ഉണ്ടാകാം. അതെല്ലാം നീ ഉപേക്ഷിക്കുന്നത് നിന്റെ ആത്മീയ ഉണർവിന് സഹായകമാകുമെന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ്. രണ്ടാമതായി അമ്മ പറയുന്നു, അതിരു കടന്ന കായിക മത്സരങ്ങൾ നിങ്ങൾ ഒഴിവാക്കണമെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും, നമ്മൾ പലരും കായിക അഭ്യാസത്തിനും നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നതിനും അല്ലെ ഷേപ്പ് വരുത്തുന്നതിനുമൊക്കെയുള്ള എക്സസൈസുകൾക്കും അതിരു കടന്ന കായിക മത്സരങ്ങൾക്കുമൊക്കെ ഒരുപാട് സമയം മനുഷ്യൻ കണ്ടെത്താറുണ്ട്. എന്നാൽ ഈ നോമ്പുകാലത്തിൽ പോലും പള്ളിയിൽ പോകുവാനോ പ്രാർത്ഥിക്കുവാനോ ആത്മീയ ജീവിതത്തിൽ വളരുവാനോ അവർ ഒട്ടും പരിശ്രമിക്കാറില്ല. അതുകൊണ്ട് അമ്മ പറയുകയാണ്, അതിരു കടന്ന കായിക മത്സരങ്ങൾക്കും കായിക അഭ്യാസത്തിനുമൊക്കെ ഈ നോമ്പുകാലത്തിന് ഒരതിര് കൽപ്പിക്കണം. എന്നിട്ട് നിന്റെ ആത്മാവിനെ വളർത്താൻ ശ്രമിക്കണം. ശരീരത്തിൻ്റെ പുഷ്ടിയോ മസിലോ അല്ല പ്രാധാന്യം. ഈ ശരീരം ഈ ലോകത്ത് 6 അടി മണ്ണിൽ ഇല്ലാതാകുന്നതാണെന്നും ഈ ലോകത്തിനപ്പുറത്ത് ജീവിക്കേണ്ട ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുവാൻ, വളർത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ ഈ നോമ്പുകാലത്ത് എന്ത് ആത്മീയ ജീവിതമാണ് നീ ആരംഭിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധ അമ്മ മെജ്ജുകരിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് പരിശുദ്ധ അമ്മ പറയുന്നു, യുക്തിക്ക് നിരക്കാത്ത ആഹാര പദാർത്ഥങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. യുക്തിക്ക് നിരക്കാത്ത എന്ന് പറയുമ്പോൾ അമിതമായ ഭക്ഷണത്തെക്കുറിച്ചാണ് അമ്മ പറയുന്നത്. ചില ഭക്ഷണ പദാർത്ഥങ്ങളോട് നമുക്ക് കൂടുതൽ താല്പര്യമുണ്ടാകാം. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. അവയെ വീണ്ടും വീണ്ടും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ ചെന്നെത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അമ്മ പറയുക, ഇപ്രകാരമുള്ള പാനീയ പദാർത്ഥങ്ങൾ, ആഹാര പദാർത്ഥങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. അതിൻ്റെ കൂടെ 2 കാര്യങ്ങളും അമ്മ പ്രത്യേകം എടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. അമ്മ പറയുന്നു, പുകവലി ഉപേക്ഷിക്കണം, മദ്യം ഉപേക്ഷിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, മെജ്ജുകരിലൂടെ പരിശുദ്ധ അമ്മ ഈ 2 കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറയുന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉള്ളതുകൊണ്ടല്ലേ? പുകവലി അത് നമ്മുടെ ശരീരത്തെ സാരമായി ബാധിക്കാം. അത് നമ്മളെ രോഗിയാക്കാം. അത് നമ്മളെ ആത്മീയ ജീവിതത്തിൽ ഇടർച്ച വരുത്താം. അതുപോലെ തന്നെ മദ്യം നമ്മുടെ ആത്മാവിനെ ഒരുപക്ഷെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തെ തകർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാകാം പരിശുദ്ധ പറയുക. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള കാര്യങ്ങൾ നിസ്സാരമായി കരുതരുത്. പരിശുദ്ധ അമ്മ മെജ്ജുകളോട് നമ്മോട് പറയുകയാണ്, നിങ്ങൾ പുകവലി ഉപേക്ഷിക്കണം, മദ്യപാനം ഉപേക്ഷിക്കണം. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ ഇത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്. ഞാൻ മദ്യപാനത്തിൽ നിന്ന്, ഞാൻ പുകവലിയിൽ നിന്ന് സ്വതന്ത്രനായിരിക്കണം എന്നുള്ളത്. നിങ്ങൾ മദ്യപാനത്തിൽ നിന്ന്, നിങ്ങൾ പുകവലിയിൽ നിന്ന് സ്വതന്ത്രരായിരിക്കണം എന്നുള്ളത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്. നമുക്ക് ഒരുപാട് എക്സ്ക്യൂസുകൾ നിരത്താൻ സാധിക്കും. നമുക്ക് ഈ ലോകത്ത് വലിയവനാകുന്നതിന് വേണ്ടി നമുക്ക് പലരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നവരെ വിമർശിക്കാൻ നമുക്ക് ഒരുപാട് വാക്കുകളുണ്ടാകാം. ഒരുപാട് സമയം മാറ്റിവെക്കാം വിമർശനത്തിന് വേണ്ടി. എന്നാൽ തിരിച്ചറിയുന്ന സത്യം ഇപ്രകാരമായ സഹോദരങ്ങളെ, സ്വർഗം അരുതെന്ന് പറഞ്ഞാൽ അത് അരുതാത്തത് കൊണ്ടാണ്. സ്വർഗം
ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ നമ്മുടെ യുക്തിക്കത് മനസ്സിലാക്കാൻ സാധിച്ചെന്നിരിക്കില്ല. എന്നാൽ പരിശുദ്ധ അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ അമ്മയുടെ വാക്കിന് വിലയുണ്ട് എന്നോർക്കണം. പരിശുദ്ധ അമ്മ പറയുകയാണ്, മരണത്തിൻ്റെയും പാപത്തിൻ്റെയും വഴിയിലേക്ക് ഇന്ന് സാത്താൻ അനേകരെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. മരണത്തിൻ്റെയും പാപത്തിൻ്റെയും വഴിയിലേക്ക് ഇന്ന് സാത്താൻ അനേകരെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അമ്മ കൂട്ടിച്ചേർക്കുന്നു, പാപപൂർണമായ ഈ ജീവിതത്തിൻ്റെ മേൽ, സാത്താന് മേൽ വിജയം വരിക്കുവാൻ എൻ്റെ വിമല ഹൃദയത്തെ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണമെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, പാപത്തിലേക്കും മരണത്തിലേക്കും സാത്താൻ നമ്മളെ അനേകരെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു, ഈ നോമ്പുകാലത്ത് പോലും എന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. എൻ്റെ അമ്മ പറയുകയാണ്, മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ എന്നെ സഹായിച്ചാൽ മതി, ഞാൻ എൻ്റെ വിമല ഹൃദയം ഈ തിന്മയുടെ മേൽ വിജയം വരിക്കും. അതിന് നിങ്ങൾ സഹായിക്കണം. നമ്മളുടെ അമ്മയുടെ വിമല ഹൃദയത്തെ സഹായിക്കുവാൻ മെഴുകുതിരിയിലൂടെ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുക. എൻ്റെ അമ്മ പറയുന്നു, എങ്ങനെയാണ് എൻ്റെ വിമല ഹൃദയത്തെ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുക? നിങ്ങൾ കൂടുതൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ നിയോഗം നമുക്കറിയില്ലെങ്കിലും അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ നിയോഗങ്ങൾ വിജയം വരിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ജപമാല ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി രഹസ്യങ്ങൾ കാഴ്ചവെക്കണം. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ വിജയം വരിക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾക്ക് സാധിക്കും. അമ്മയുടെ വിമല ഹൃദയം വിജയം വരിക്കുവാൻ നമുക്ക് സഹായിക്കാൻ സാധിക്കും നമ്മുടെ പ്രാർത്ഥനയിലൂടെ. അമ്മ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അമ്മ കൂട്ടിച്ചേർക്കുന്നു, മക്കളെ നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്യണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ത്യാഗം ചെയ്യണം, പരിഹാരം ചെയ്യണം. എന്തിനു വേണ്ടി? പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വിജയം വരിക്കുന്നതിന് വേണ്ടി. നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിഹാര പ്രവർത്തികളൊക്കെ ഏറ്റെടുക്കുമ്പോൾ, ത്യാഗപ്രവർത്തികളൊക്കെ ഏറ്റെടുക്കുമ്പോൾ നമ്മളത് കാഴ്ചവെക്കണം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വിജയം വരിക്കുന്നതിന് വേണ്ടി. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ദാനിയേൽ അച്ഛൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കാണുവാൻ ഇടവന്നു. അച്ഛൻ നമ്മളെല്ലാവരോടും ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഭാരത സഭയ്ക്ക് വേണ്ടിയും കേരള സഭയുടെ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയും എല്ലാ ദിവസവും പന്തക്കുസ്ത തിരുനാൾ വരെ 10 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ നിങ്ങളെല്ലാവരും അത് ശ്രവിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, നിങ്ങളത് പ്രാർത്ഥിക്കുന്നുമുണ്ടാകാം. ഞാനിത് കൂട്ടിച്ചേർക്കുകയാണ് അമ്മ ആവശ്യപ്പെട്ടത്. ഭാരത സഭ തകർക്കുവാൻ സാത്താൻ പരിശ്രമിക്കുമ്പോൾ, കേരള സഭയെ തകർക്കുവാൻ സാത്താൻ പരിശ്രമിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കും. ഈ തിരിച്ചറിവോടുകൂടിയാണ് ബഹുമാനപ്പെട്ട ദാനിയേൽ അച്ഛനും പിന്നെ ബിനോയ് കരിമരുത്തിങ്കൽ അച്ഛനും ഒക്കെ ഈ ഒരു സന്ദേശം നമുക്ക് മുൻപിൽ കൈമാറിയത്. നമ്മൾ ചെയ്യുന്ന ചെറിയൊരു ത്യാഗപ്രവൃത്തിയാകാം എന്ത്? ഒരുപക്ഷെ നമ്മൾ മുട്ടമേ നിന്നോ കൈവിരിച്ച് പിടിച്ചോ ഒക്കെ ഒരു 10 നന്മ നിറഞ്ഞ ഒരു ദിവസം ചെല്ലുക. അങ്ങനെ അച്ഛൻ ആവശ്യപ്പെട്ടത് 10 ലക്ഷത്തോളം പേർ ഒരു ദിവസം 10 നന്മ നിറഞ്ഞോറും ചെല്ലുമ്പോൾ എത്രമാത്രം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ശക്തിയാണ് ഈ സഭയിൽ വ്യാപരിക്കുക. സ്വർഗം തീർച്ചയായും അത് മാനിക്കും, ഇടപെടും എന്നുള്ള ഉറപ്പാണ് ഈ വൈദികർ നമുക്ക് നൽകുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ സഹായിക്കാൻ നമുക്ക് സാധിക്കും. ഇത് അമ്മ തന്നെ ആവശ്യപ്പെടുക, മക്കളെ നിങ്ങൾ എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളെ നിങ്ങൾ എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കാൻ ത്യാഗങ്ങൾ ചെയ്യണം, പരിഹാരം ചെയ്യണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ നമ്മളുടെ ആത്മാക്കളെ ലക്ഷ്യം വെച്ച് സാത്താൻ വെച്ചിരിക്കുന്ന സകല കെണികളും തകർക്കപ്പെടുന്നതിന് വേണ്ടിയും വർഗീയവാദത്തിൻ്റെയും മറ്റു വലിയ തിന്മയുടെ ശക്തികൾ ഈ ഭാരതത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭാരത സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ആത്മീയ ഗുരുക്കന്മാർ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ നമ്മളത് ഏറ്റെടുക്കണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ,
പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ബഹുമാനപ്പെട്ട ദാനിയലച്ചനും ബിനോയ് അച്ഛനും ഒക്കെ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ പ്രാർത്ഥന ഭാരത സഭയ്ക്ക് വേണ്ടിയും കേരള സഭയുടെ പ്രത്യേക നിയോഗം അതെന്താണെന്ന് അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ല. ഈ നിയോഗത്തിന് പ്രാർത്ഥിക്കാനാണ് ദാനിയലച്ചൻ പറഞ്ഞത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ദൈവം അറിയുന്നുണ്ട് സർവ്വതും. എല്ലാ ദിവസവും വരുന്ന പെന്തക്കോസ്ത തിരുനാൾ ദിവസം വരെ നമുക്കെല്ലാവർക്കും ഇത് നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാക്കി മാറ്റാം. 10 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന, കുറഞ്ഞത് 10 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി, ആ ഹൃദയത്തിൽ നിന്ന് ചൊല്ലി, തിന്മയുടെ സകല കെണികളും തകർത്ത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വിജയം വരിക്കുന്നതിന് വേണ്ടി നമുക്കും പരിശ്രമിക്കാം. ഈ യുദ്ധത്തിൽ നമുക്കും പങ്കാളികളാകാം. ഇപ്രകാരം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഈ അപേക്ഷ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തെ നമുക്കും സഹായിക്കാം. അതിനായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.